ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച് റാപ്പർ വേടൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ കേസ്. ഗതാഗത തടസ്സമുണ്ടാക്കിയതിൽ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 90 പേർക്ക് എതിരെയാണ് കേസ്. പരിപാടി നടത്തിയത് അനുമതിയില്ലാതെയെന്നും പോലീസ് പറയുന്നു. നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട് അർച്ചന ചേരുന്നുണ്ട്. അർച്ചനയോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഇതാ വലിയ പ്രതിഷേധം സംസ്ഥാനമെമ്പാടും നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കൊച്ചിയിലും സമാനമായിട്ടുള്ള പ്രതിഷേധം നടന്നത്. എന്താണ് പോലീസ് ഇങ്ങനെ കേസെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നതിന് പിന്നിൽ? അതോടൊപ്പം ഇവരാരോപിക്കുന്ന പോലെ അത്തരത്തിലൊരു ഗതാഗത തടസ്സമൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? അക്ഷയ്, ഗുഡ് മോർണിംഗ്. എറണാകുളം സൗത്ത് പോലീസാണ് ഇത്തരത്തിൽ ഈ ദില്ലി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേതൃത്വത്തിൽ, അതായത് വേട്ടൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പനമ്പള്ളി പാർക്കിലെ സുഭാഷ് പാർക്ക്, പനമ്പള്ളിയിലെ പാർക്കിലാണ് ഇത്തരത്തിൽ ഈ പരിപാടി നടന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ഗതാഗത തടസ്സം എന്ന രീതിയിലേക്ക് ആ പരിപാടി പോയോ എന്നത് സംശയകരമാണ്. കാരണം പോലീസ് ഇതിൽ പറയുന്നത് ഗതാഗത തടസ്സം ഉണ്ടാക്കി, മാത്രമല്ല ഇതിന് മുൻകൂട്ടി അനുമതി തേടിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. 90-ലധികം, കണ്ടാലറിയുന്ന 90-ലധികം ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുക്കുന്നത്. അതിൽ വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളാണ് കേരളത്തിലുടനീളം നടക്കുന്നത്. ഓരോ തെരുവുകളും സമരവേദികളാകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാടുണ്ടാകുന്നത്. നമുക്കറിയാം ദില്ലിയിൽ എത്രമാത്രം ക്രൂരതയാണ് പോലീസ് ഈ പ്രതിഷേധിക്കുന്നവരോട് കാണിക്കുന്നത് എന്ന് നമ്മൾ ദിവസേന കാണുകയാണ്, ഇപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ ദില്ലിയെ സമരത്തെ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ പിന്തുണച്ച് കൊച്ചി പനമ്പള്ളിയിലെ പാർക്കിൽ നടത്തിയ പരിപാടിക്ക് എത്തിയ ആളുകൾക്കെതിരെ ഇത്തരത്തിൽ കേസെടുക്കുന്ന നടപടി പോലീസ് എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം പോലീസിനെതിരെ ഉയരുന്നുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഓരോ ഇടങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ പരിപാടിയിൽ വൻ താരനിരകളൊക്കെ പങ്കെടുത്തിരുന്നു. കലാകാരന്മാർ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയാണ്. മഹാരാജസിലും സമാനമായ പരിപാടികൾ നടന്നിരുന്നു. പക്ഷേ എന്ത് ഗതാഗത തടസ്സമാണ് അവിടെ ഉണ്ടായത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് പോലീസ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലായിടങ്ങളിലും കേരളത്തിലുടനീളം പ്രതിഷേധം നടക്കുന്നുണ്ട്. രാജ്യമെമ്പാടും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. അതിനിടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടാകുന്നത്. ഈ സമീപനത്തിനെതിരെ ആഭ്യന്തരമന്ത്രിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. എന്തായാലും എറണാകുളം സൗത്ത് പോലീസാണ് 90-ലധികം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അക്ഷയ്, ശരി അർച്ചന, വ്യക്തമാണ്. എന്തായാലും റാപ്പർ വേടൻ പങ്കെടുത്ത CJP സമരത്തെ അനുകൂലിച്ചുള്ള പരിപാടിക്കെതിരെയാണ് ഇപ്പോൾ കൊച്ചിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം അതിലുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്.